ഹേ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഗായ്സ്, നമ്മൾ യൂട്യൂബിൽ കഴിഞ്ഞ 1-2 വീഡിയോസിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ എടുക്കാം, എങ്ങനെ നല്ലൊരു കോഴ്സിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓവറോൾ വ്യൂ ഒരു ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതുതായിട്ട് ഫ്രഷേഴ്സായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നവർക്ക്, അല്ലെങ്കിൽ ഫ്രഷേഴ്സ് എന്നുള്ള രീതിയിൽ ആളുകൾക്ക് കുറച്ചുകൂടെ നോളജ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡുള്ള ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ഫുള്ളി ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അതിൽ പ്രൊഫഷണൽസ് ഉണ്ടാവും, വർക്ക് ചെയ്യുന്നവരുണ്ടാവും, എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതവിടെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. ഞാൻ എന്താ പറയുക, കഴിഞ്ഞ 2 വീഡിയോയിൽ യൂട്യൂബിൽ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഗ്രൂപ്പുകളിൽ, ഞാൻ പറഞ്ഞ പോലെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ആളുകൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനല്ല, വേറെ ആളുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കും, ഞാനും ഉണ്ടാകും ഗ്രൂപ്പിൽ. അപ്പോൾ നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ കമൻ്റ് ആയി ചോദിക്കാം. മീൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആരെന്ന് പറയാം. ഐ എം തൗഫീഖ് ഇ കെ. ഐ എം ഡിജിറ്റൽ മാർക്കറ്റർ, സ്പെഷ്യലൈസ്ഡ് ഇൻ SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഞാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് SEO ആണ്. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് കാര്യങ്ങൾ ആളുകൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഒരു വീഡിയോയിൽ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ഡൗട്ടുകൾ വരും. ഒരുപാട് ഡൗട്ട്സ് ആളുകൾക്കുണ്ട് സ്വാഭാവികമായിട്ടും. അത് എല്ലാം ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ ആളുകൾക്ക് കോമൺ ആയിട്ടുള്ള ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ ഗ്രൂപ്പിലായാലും പേഴ്സണലായിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്ന കുറച്ച് സെയിം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു Q&A സെഷൻ ഒന്നല്ല, ജസ്റ്റ് 1-2 ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ പറയുള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ഒരു സ്ഥലത്ത് പഠിച്ച്, ഒരു സ്ഥലത്ത് അന്വേഷിച്ച്, അവിടെ ഇത്രയും 1000, ഇവിടെ ഇത്രയും 1000, പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥലത്ത് അന്വേഷിക്കുമ്പോൾ 1 lakh, മറ്റൊരു സ്ഥലത്ത് അന്വേഷിക്കുമ്പോൾ എന്താ പറയുക, ഒരു 25,000. അപ്പോൾ ആർക്കും കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയയാണ്. ഇതെന്താണ് ആളുകൾ ചെയ്യേണ്ടതെന്നുള്ളത്, ആളുകൾ ഡൗട്ട്, ഫുൾ കൺഫ്യൂഷൻ. ഇതെങ്ങനെ ചെയ്യണം, എന്താണ് ഞാൻ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇതൊക്കെ എന്താണ് വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കറക്റ്റ് ഒന്ന് കാണാം. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വിളിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഈ കോഴ്സ് അടിപൊളിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇത് ജോയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വ്യക്തി പഠിക്കാൻ പോകുന്നത്, ഞാൻ ഡിഗ്രിക്ക് പോകാമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഞാൻ PGക്ക് പോകാമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു കോഴ്സിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിലോട്ട് വിളിക്കുന്ന സമയത്ത് അക്കാദമിയിലോട്ട് വിളിക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ അതൊന്നും എടുക്കണ്ട, നിങ്ങൾ ഇതെടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ, നിങ്ങൾ ഡിഗ്രിക്ക് പോകണ്ട, നിങ്ങൾ ഇതെടുത്തോളൂ, അല്ലെങ്കിൽ PGക്ക് പോകണ്ട, നിങ്ങൾ ഇതെടുത്തോളൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിൽ കുറേ ആളുകൾ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അവരങ്ങനെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ അക്കാദമിയിലോട്ട് വിളിക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ അതിനൊന്നും പോകണ്ട, നിങ്ങൾ ഡിഗ്രിക്ക് പോകണ്ട, നിങ്ങൾ PGക്ക് പോകണ്ട, നിങ്ങൾ ഇതിന് പോരും, അത് ഡിഗ്രി പോരാ, അല്ലെങ്കിൽ PG പോരാ, നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യം ഇന്നതാണ്. അതല്ലെങ്കിൽ റെഗുലറായിട്ട് ഡിഗ്രിക്ക് പോകുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് അക്കാദമിയിൽ ഉള്ള ആളുകൾ പറയുന്നു, റെഗുലർ ഡിഗ്രി പോകണ്ട, നിങ്ങൾ ഓൺലൈൻ ഡിഗ്രിക്ക് പോയിക്കോളൂ, നിങ്ങളല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിച്ചോളൂ. ഇതൊക്കെ വന്നിട്ട് ആളുകൾക്ക് മൊത്തം കൺഫ്യൂഷൻ. സംഭവം ഇത്രയേ ഉള്ളൂ, വെരി ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞ കാര്യമാണിത്. നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പോവാം. ഒരു അക്കാദമിയിലോട്ട് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അവിടുത്തെ സെയിൽസ് പേഴ്സൺ ആയിരിക്കും നിങ്ങളെ ഫോൺ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഈ സമയത്ത് അവർ ചെയ്യുന്ന ഒരു ജോലിയുണ്ട്, ഒരു സെയിൽസ് പേഴ്സൺ ചെയ്യുന്ന ഒരു ജോലിയുണ്ട്. മീൻസ് ആളുകൾക്ക് വിളിക്കുന്ന സമയത്ത് ആ ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, ഈ സമയത്ത് അവർ പറയുന്നതാണ് മാത്രം ശരിയെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഓക്കെ, അവരുടെ ജോലിയാണത്, അവർ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. മീൻസ് സെയിൽസ് പേഴ്സൺ, മാർക്കറ്റിംഗ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൺവീനിയൻറ്റ്, നിങ്ങളെ എന്താ ചെയ്യുക, മാക്സിമം നിങ്ങൾക്കുള്ള നല്ല നല്ല സൈഡുകൾ മാത്രം പറഞ്ഞു തന്നിട്ട് നിങ്ങളെ കുറച്ചുകൂടെ അടിപൊളിയാക്കിയിട്ട് അവിടെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു എന്താ പറയുക കാര്യം. അതിന് കുറ്റം പറയല്ല ഞാൻ. പക്ഷേ അവർ പറയുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്.
അല്ലാതെ ഒരു ഏജൻസിയിലോ ഒരു അക്കാദമിയിലോട്ടോ ഫോം വിളിച്ചിട്ട് ഞാൻ ഇപ്പോൾ +2 കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വരുന്നോ അതല്ലെങ്കിൽ ഞാൻ ഡിഗ്രിക്ക് പോകണോ? ആ ചോദ്യം അത് ചോദിക്കുന്നതേ തെറ്റ്, വെറുതെ ചോദിക്കുന്നതാണ് നിങ്ങൾ. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ് കയറിയിട്ട് ആ ബസ്സിൽ ഞാൻ എങ്ങോട്ട് പോകണം എന്ന് ചോദിക്കുന്ന പോലെയാണ്. ആ ബസ് തിരുവനന്തപുരത്തേക്കേ പോകുള്ളൂ. അത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങാം. അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ പോരാ, നിങ്ങൾക്ക് ഒന്നും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ആ പേയ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അത് അവർക്കൊരു വിഷയമല്ല. അതുപോലെയാണ് നിങ്ങൾ ഒരു ഏത് കോഴ്സ് ആണെങ്കിലും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ വേറെ എന്ത് കോഴ്സ് ആണെങ്കിലും, നിങ്ങൾ ആ ഒരു കോഴ്സ് നടത്തുന്ന സ്ഥാപനത്തിലോട്ട് വിളിച്ചിട്ട് ഞാനിങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല +2 കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു PG കഴിഞ്ഞു, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണോ വേണ്ടേന്ന് അവരോട് ചോദിക്കുന്നതിലേറെ മണ്ടത്തരം വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊരു പ്ലാൻ വേണം, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണോ അല്ലെങ്കിൽ വേണോ വേണ്ടേ എന്നുള്ള ഇത് ഞാൻ എൻ്റെ ഇതിന്ന് പറയില്ല. എനിക്ക് പേഴ്സണലി മെസ്സേജ് വന്ന 1-2 പേരും ഇങ്ങനെ ഉണ്ടായിരുന്നു. അതല്ലാണ്ട് എനിക്ക് അറിയുന്നവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇതൊക്കെ നമ്മളൊക്കെ ചെയ്ത കാര്യം, ഞാനൊക്കെ ഇതുപോലെ ചെയ്ത കാര്യങ്ങളാണിത്. അതായത് നമ്മളൊരു സ്ഥാപനത്തിലോട്ട് വിളിച്ചിട്ട് ചോദിക്കും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇന്നത് കഴിഞ്ഞു, ഇന്നത് പഠിച്ചു, ഇനി എന്ത് ചെയ്യണം. അത് ഞാൻ എൻ്റെ ചാനലിൽ പറയുന്ന 95% കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ വേറെ ആരെങ്കിലും ഒരു ഇതിൽ പറയുന്ന കാര്യങ്ങളല്ല. ഓക്കെ, ഇത് എന്നോട് ചോദിച്ച കാര്യങ്ങളും ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, നമ്മളൊരു സ്ഥലത്തേക്ക് വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു ഏജൻസിയിലോട്ട് വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നതിൽ മണ്ടത്തരം വേറെ ഒന്നുമില്ല. ഏത് പരിപാടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരതേ പറയുള്ളൂ, ഞങ്ങളോട്ട് ജോയിൻ ചെയ്യും, ഞങ്ങളോട്ട് വരും, ഞങ്ങൾ ഇത്രയും ചെയ്യാം, ഞങ്ങൾ അത്രയും ചെയ്യാം, അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നത് ഇത് കോമൺ ആയിട്ടുള്ളൊരു ആളുകൾക്ക് ഇടയിലുള്ളൊരു ഡൗട്ടാണ്. ഞാനിപ്പോൾ ആ ഏജൻസിയിലോട്ട് വിളിച്ചു, ഈ ഏജൻസിയിലോട്ട് അല്ലെങ്കിൽ ഈ അക്കാദമിയിലോട്ട് വിളിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അവരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് പോരി, ഞങ്ങളിവിടെ ഇത്രയും സാധനം തരാം. അവരതേ പറയുള്ളൂ. നിങ്ങൾ ഒരിക്കലും അത് ചോദിക്കുക, അവരെ കുറ്റമല്ല, അത് നിങ്ങളെ കുറ്റമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളിവിടെ ഏജൻസി നടത്തുന്നുണ്ട്, അക്കാദമി നടത്തുന്നുണ്ട്, ഇങ്ങോട്ട് പോരുന്നേ അവർ പറയുള്ളൂ. ആ ഒരു സമയത്താണ് ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ എവിടെ പഠിക്കാൻ പോവുകയാണെങ്കിലും ഏത് ഇതിൽ പഠിക്കാൻ പോവുകയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടുന്ന് പഠിച്ച സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പോയിക്കോളൂ, എവിടെ എങ്ങനെയാണെങ്കിലും പഠിച്ചോളൂ, അവിടുത്തെ പഠിച്ച സ്റ്റുഡൻസിനോട് ചോദിക്കുന്നതിലേറൊരു വിവരം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാനില്ല. മറ്റു റിവ്യൂസ് നോക്കണ്ട, മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. അവിടുന്ന് പഠിച്ച ഒരു റാൻഡമായിട്ട് എടുക്കുന്ന കുറച്ച് ആളുകൾക്ക് റാൻഡംലി മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കുക എന്താണ് കോഴ്സിൻ്റെ അവസ്ഥ, എന്താണ് ഞാൻ അവിടെ പഠിച്ചാനുള്ള അവസ്ഥ, എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പറ്റിയുള്ള ഒരു അവസ്ഥ, ഓവറോൾ വ്യൂ എങ്ങനെയാണെന്നുള്ളത് മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അതല്ലാതെ നിങ്ങൾ അവരെ വിളിച്ചിട്ട് ഞാൻ ഇന്നത് കഴിഞ്ഞു എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നതിലേറെ ഒരു മണ്ടത്തരം വേറൊന്നും ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, ആളുകൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. ഇപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പിൽ ചോദിക്കുന്ന മറ്റൊരു ഡൗട്ടാണ് ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളത്. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പോയിന്റെങ്കിലും ഒരു എലമെൻ്റെങ്കിലും യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഫീച്ചറെങ്കിലും യൂസ് ചെയ്യാത്ത ഒരു സ്ഥാപനം കേരളത്തിലുണ്ടെന്ന് ലോകത്തുണ്ടെന്നുള്ള എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യം എല്ലാത്തിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നതിനാണ്. ഈവൻ നിങ്ങൾ ഒരു ദിവസം നമ്മളൊരു സോഷ്യൽ മീഡിയയോ ഒരു ഗൂഗിളോ യൂസ് ചെയ്യാതെ കടന്നു പോകുന്നുണ്ടാവില്ല. ഒരു ശരാശരി ഒരു വ്യക്തി ഒരു ആവറേജ് വളരെ ഒരു ഏജ്ഡ് ആയ ആളുകളെ കാര്യമല്ല പറയുന്നത്, നോർമൽ നമ്മളൊക്കെ ഒരു ഏജിലുള്ള ഒരാൾ ഒരിക്കലും ഒരു ദിവസം ഒരു വാട്സാപ്പ് ഇല്ലാത്ത ഒരാൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവില്ല. നിങ്ങളുടെ ചുറ്റുപാട് നോക്കിയാൽ മതി, ഒരു വാട്സാപ്പ് ഇല്ലാത്ത ഒരു മനുഷ്യൻ ഈ നാട്ടിൽ ഉണ്ടാവും. ചിലപ്പോൾ റയറായിരിക്കും, ഞാൻ പറയുന്നത് ആരും ഉണ്ടാവില്ല എന്നല്ല, ചിലപ്പോൾ റയറായിരിക്കും, വയസ്സായ ആളുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്കേ ഉണ്ടാവായിരിക്കുള്ളൂ. ഒരു ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസൻസ് ഇല്ലാത്ത മിനിമം ഒരു അക്കൗണ്ടെങ്കിലും ഉണ്ടാവും. കുറേ ആൾക്കാർക്ക് നമ്മൾ കാണുന്നതാണ്, ഒരു അക്കൗണ്ട് ഉണ്ടാവും, പക്ഷെ ആരൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഒരു എന്താ പറയുക, ഒരു ഇമേജ് പോസ്റ്റുകൾ ആഡ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം നാളെ കൂടല്ലാണ്ട് കുറയൂല. ഓക്കെ, ഇത് നിങ്ങൾ ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ഒരു ടെൻഷൻ അടിക്കേണ്ട. കാരണം അത്രയാണ് ഇ കൊമേഴ്സ് ആവട്ടെ, നമ്മളൊരു സാധനം കൊറോണൻ്റെ ശേഷം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു നമ്മുടെ നാട്ടിൽ മാത്രം നോക്കിയാൽ മതി. ഒരു ബൈയിങ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ ആണ്. കാരണം ആളുകൾക്ക് വീട്ടിലെ ലേഡീസ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ വീട്ടിൽ എന്താ പറയുക പെട്ടെന്ന് ബുക്ക് ചെയ്യുക, ഓർഡർ ചെയ്യുക, സാധനം വരുന്നത്. ഇതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഏരിയയാണ്. ഓൺലൈൻ ആയിക്കോട്ടെ, ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ ഇ കൊമേഴ്സ്,
പിന്നെ എന്തെല്ലാം ഉണ്ട്, എന്തൊക്കെ ലോകത്ത് നിന്ന് യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഇതിൻ്റെ ഒക്കെ ഒരു ഏരിയ തന്നെയാണ്. ഒരു ഡയറക്റ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നില്ലെങ്കിലും അതിൻ്റെ മറ്റൊരു ഏരിയ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഇതിന് ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ള ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ വേറെ ആരെങ്കിലും ഇതിന് ഫ്യൂച്ചർ ഇല്ല എന്ന് പറയുന്നുണ്ടാവും. അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോറി, ഞാൻ അറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യമാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ പറയുന്നത്. ഇതിന് ഫ്യൂച്ചർ ഉണ്ട്, 100% ഫ്യൂച്ചർ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നൊരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതൊക്കെ എന്താ പറയുക, എടുത്തുകൊണ്ട് പോകുക എന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നുകൊണ്ട് എടുത്തുകൊണ്ടൊന്നും പോകില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്ന സമയത്ത് നമ്മൾ 10 പേര് ചെയ്യുന്ന ജോലി 2 പേര് ചെയ്യേണ്ടി വരും. ഓക്കെ, 2 പേർക്കേ ചെയ്യാനുണ്ടാകുള്ളൂ. ആ സമയത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ യൂസ് ചെയ്യാം, AI ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നം ഇവിടെ ഉള്ളൂ. കമ്പ്യൂട്ടർ ഇവിടെ ലോകത്ത് നമ്മൾ മുന്നേയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ, മുന്നേയുള്ള ഡാറ്റാസ് ഒക്കെ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ വരുന്ന കാലത്ത് ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് കമ്പ്യൂട്ടർ മനുഷ്യൻ്റെ ജോലി കളയുന്നുള്ളത്. ജോലി കളഞ്ഞിട്ടുണ്ടാവും, അതെനിക്കറിയില്ല. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടർ എന്നുള്ള സാധനത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താ പറയുക നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇതും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും ലോകത്തെ ഏത് കാര്യത്തിലും AI വരും. AI എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ഒരു കോമൺ സാധനം. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പഠിച്ചാൽ മതി. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യാമെന്ന് പഠിച്ചാൽ മതി. അതിപ്പോൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ആർട്ടിഫിഷ്യൽ AI നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. SEO ചെയ്യുമ്പോൾ AI യൂസ് ചെയ്യുന്നുണ്ട്. കോണ്ടന്റ് റൈറ്റിങ്ങിന് AI യൂസ് ചെയ്യുന്നുണ്ട്. എന്തെല്ലാം ഏരിയാസ് ഉണ്ട് അവിടെയൊക്കെ നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്. ഈ AI എങ്ങനെ യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് പഠിച്ചാൽ മതി. അതല്ലാതെ AI മൊത്തം ഒരു AIക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യങ്ങൾ. ഓക്കെ, ഈ 2 കാര്യം കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിഷയം എന്താ, ഫ്യൂച്ചർ എന്താ, അല്ലെങ്കിൽ AI വന്നാൽ പണി പോകും. AI വന്നാൽ പണിയൊന്നും പോകില്ല. AI വന്നാൽ AI ഉപയോഗിച്ചിട്ട് എങ്ങനെ പണിയെടുക്കാമെന്ന് പഠിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഈ വീഡിയോ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഗ്രൂപ്പിലും പേഴ്സണലിലേക്ക് ഒരുപാട് വന്നിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 2 കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്തത്. ഓരോ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, കൂടുതൽ വീഡിയോസ് നമ്മൾ വരുന്നുണ്ട്, കിടിലൻ വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. SEO റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഫ്രഷർക്ക് എങ്ങനെ SEOയിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിയിലോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. താല്പര്യമുണ്ട്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ, മറ്റു ഇതുപോലെ നിങ്ങളെപ്പോലെ വർക്ക് ചെയ്യുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇവർക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആ ജോയിൻ ചെയ്തിട്ട് അവരോടുമായി സംസാരിക്കാം, ഗ്രൂപ്പിൽ സംസാരിക്കാം, നിങ്ങൾക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ആ ഗ്രൂപ്പിൽ നടക്കും. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.